5 വർഷം മുമ്പായിരുന്നു സിനിമാ സീരിയൽ താരം യമുന വിവാഹിതയായത്. അമേരിക്കയിലെ സൈക്കോ തെറാപ്പിസ്റ്റായ ദേവനാണ് യമുനയുടെ ഭർത്താവ്. നടിയുടെ രണ്ടാം വിവാഹമായിരുന്നിത്. ആദ്യ വിവാഹത്തിൽ താരത്തിന് 2 പെൺകുട്ടികളുമുണ്ട്. ആദ്യ വിവാഹബന്ധം ഏർപ്പെടുത്തിയ താരം വർഷങ്ങൾക്ക് ശേഷമാണ് ദേവനെ വിവാഹം കഴിച്ചത്. ഇപ്പോഴും തൻ്റെ വീട്ടുകാർക്ക് രണ്ടാം വിവാഹം അംഗീകരിക്കാറായിട്ടില്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് യമുന. ഒരു ചാനൽ പരിപാടിക്കിടെ വികാരഭരിതയായിട്ടാണ് നടി സംസാരിച്ചത്. രണ്ടാം വിവാഹമാണല്ലോ എൻ്റേത്. ഇപ്പോഴും എൻ്റെ കുടുംബം ഞങ്ങളുടെ കൂടെയില്ല. 5 വർഷമായി ഇപ്പോഴും അവർ പറയുന്നത് 2 പെൺകുട്ടികളെ വെച്ചിട്ട് അവളെന്തിന് കല്യാണം കഴിച്ചു എന്നാണ്. കുട്ടികളും ചേട്ടനും മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. കുട്ടികളെയും കൊണ്ട് കുറേ വർഷം ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ വിളിച്ചു പോലും അന്വേഷിക്കാൻ ആരുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരാൾ വന്നപ്പോൾ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. മക്കളാണ് എൻ്റെ ശക്തി. ഞങ്ങൾക്ക് പഠിച്ച് നല്ല നിലയിലേക്ക് പോകണം. ആ സമയത്ത് അമ്മ ഒറ്റപ്പെടരുതെന്നാണ് അവർ പറയുന്നത്. പഠിച്ച് ജോലിയെ തിരക്കുകളിലേക്ക് പോകുമ്പോൾ അമ്മയെ കൂടെ നിർത്തി നോക്കാൻ ചിലപ്പോൾ പറ്റില്ല. അമ്മ ഒറ്റയ്ക്കായല്ലോ എന്ന വിഷമത്തിൽ ജോലിയും സന്തോഷത്തോടെ ചെയ്യാനാകില്ല. അതുകൊണ്ട് അമ്മ ഒറ്റയ്ക്കാകരുതെന്നായിരുന്നു അവർ പറഞ്ഞത്. മൂത്ത മകൾക്ക് ശ്വാസമുട്ടലിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കൊച്ചിയിൽ ഷൂട്ടിംഗ് നടക്കുകയാണ്. ദൂരെ ഷൂട്ടിന് പോകുമ്പോൾ ജോലിക്കാരി വന്ന് ഭക്ഷണം പാകം ചെയ്തു വെച്ച് പോകും. കുട്ടികൾ രണ്ടും ഒറ്റയ്ക്കാണ് അവിടെ. ആ സമയത്ത് മോൾക്ക് ശ്വാസമുട്ടൽ വന്ന് കൂടുതലായിപ്പോയി. ഞാൻ ടെൻഷനാകുമെന്ന് കരുതി അവർ പറഞ്ഞതുമില്ല. വീട്ടിൽ മരുന്നുകളും ആവി പിടിക്കുന്ന മെഷീനൊക്കെ വാങ്ങിവെച്ചിരുന്നു. എന്നാൽ ശ്വാസമുട്ടൽ കടുത്തുപോയി. തീരെ നിവൃത്തിയില്ലാതായപ്പോൾ ഇളയ മോളാണ് വിളിച്ച് കാര്യം പറഞ്ഞത്. രാത്രി 10:30 മണിക്ക് ഞാൻ കൊച്ചിയിൽ നിന്ന് ഒറ്റയ്ക്ക് വണ്ടിയെടുത്ത് തിരുവനന്തപുരത്ത് 1 മണിക്കെത്തി. അപ്പോഴേക്കും മോള് തളർന്നു വീണു. നേരെ ആശുപത്രിയിലേക്ക് ചെന്നു. അഡ്മിറ്റ് ചെയ്തു. 10 ദിവസം ഞാനും 2 മക്കളും ആശുപത്രിയിലായിരുന്നു. ഇളയ മകളെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് അവളെയും അവിടെ നിർത്തിയത്. അവൾക്കും എനിക്കും പനി പിടിച്ചു. ഒരു മനുഷ്യനുമില്ലായിരുന്നു. ആശുപത്രിയിലെ ക്യാൻറ്റീനിൽ നിന്ന് നഴ്സുമാർ കുഞ്ഞിനെയൊക്കെ കൊണ്ടുവരുമായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങളുടെ ജീവിതം വീണ്ടും ആരംഭിച്ചത്. ഇപ്പോൾ മൂത്തയാൾ MBBSന് പഠിക്കുകയാണ്.